കൈലാസ് ജി ആൻഡ് നിത്യ പറയൂ, ആദ്യം നമുക്ക് ഈ ഇരട്ടി മധുരം കിട്ടിയ കുട്ടിയെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേണം. അപ്പൊ പറയൂ, എന്താണ് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്, അത് ആദ്യം പറയും. അയ്യോ, വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവാർഡ് എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ മാത്രം അച്ചീവ്മെൻ്റ് അല്ലല്ലോ. എനിക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ MJ ചന്ദ്രൻ സാറിൻ്റെ 25ാം വർഷത്തിൽ മ്യൂസിക്കൽ കരിയറിൽ എനിക്ക് ആ ഒരു പാട്ട് പാടാൻ പറ്റി. അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും അത് ഏറ്റെടുത്തു, പാട്ടും പാടി ഡാൻസും ചെയ്തു. അപ്പം അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡ്. അപ്പം ഇങ്ങനൊരു അംഗീകാരം ഡെഫിനറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് MJ ചന്ദ്രൻ സാറിനും ദി ഹോൾ ടീം ഓഫ് സൂഫിയും സുജാതയ്ക്കും തന്നെയാണ്. യെസ്, അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ഗുരുവായ ഇദ്ദേഹം അത് കണ്ടപ്പോ കണ്ടു നിറഞ്ഞ് TV-യിലാണോ കണ്ടത്, അതെയോ എങ്ങനെയാണ് അറിഞ്ഞത് ആദ്യം നിത്യക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന്? TV-യിലാണോ കണ്ടത്? അല്ല, ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം വൈഫ് അന്നപൂർണ വിളിച്ചു പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് നിത്യക്കാണ്. അതെ, അപ്പൊ എന്തായത് എന്റെ കുട്ടി അയ്യോ അങ്ങനെയൊക്കെ തോന്നിയോ? അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എനിക്കൊന്ന് നിത്യയുടെ ആദ്യമേ പറഞ്ഞിരുന്നു മിക്കവാറും ഇതിനൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ശരി. വേറെ ആർക്കും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാനും പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് അങ്ങനെ ഒരു അവാർഡ് കൈ കിട്ടി. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് കൈലാസ് ജി പറയൂ, ജീവാംശമായി എന്നൊരു പാട്ട്, ആ ഒരു ഒറ്റ സോങ്, നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് പെട്ടെന്നാണ് മലയാളികളുടെ മനസ്സിലേക്ക് കയറിയത്. അപ്പൊ ജീവാംശമായി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സോങ് കൊണ്ട് നമ്മുടെ മലയാളി പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുത്തൊരു വിദഗ്ധനായ ഒരു മജീഷ്യൻ കൂടിയാണ് ഇദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു മാജിക്? എങ്ങനെ മാജിക് എന്നൊന്നും പറയുന്നില്ല. നമ്മള് ഒരു അവസരം കിട്ടി, ഒരു പാട്ട് ചെയ്യാനൊരു അവസരം കിട്ടി. ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ് മൂവിയിൽ പാട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ചെയ്തൊരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഒരു പാട്ട് അതായത് ക്രിയേറ്റ് ചെയ്യാൻ കുറേ വർഷങ്ങൾ എടുത്തു, അത് പെട്ടെന്ന് സിനിമ വരുന്നു, നമ്മൾ വളരെ പെട്ടെന്ന് ട്യൂൺ ചെയ്ത് അങ്ങനെയായിരുന്നു സംഭവിച്ചത് അതിന്റെ ഒരു ഡെവലപ്മെന്റ്? ആക്ച്വലി ഈ ഒരു പാട്ടിന്റെ സിറ്റുവേഷനിൽ ഞാനും ഡയറക്ടർ ഫെൽനി രണ്ടുപേരും കൂടെ ആദ്യം ചെയ്ത് വേറൊരു പാട്ടാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും ക്രൂവിന് മുഴുവൻ ഇഷ്ടപ്പെട്ടു, എക്സെപ്റ്റ് അതിന്റെ പ്രൊഡ്യൂസർ ഷാജിയേട്ടന് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്റെ മനസ്സിലും ശരിക്കും പറഞ്ഞാൽ ആ ട്യൂൺ ചെയ്തപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ഇത്രയും കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്, ഇതാണോ പാട്ട്, ഇത് എല്ലാവർക്കും ഓക്കെ അപ്രൂവ് ആയ ഒരു പാട്ടിനെ പിന്നെ നമ്മൾ മാറ്റുന്നത്. നമ്മുടെ ചിന്തയിൽ ഒരു സംഭവം ഉണ്ട്, ഇത് തന്നെയാണോ വേണ്ടതെന്നൊരു ചോദ്യം ഉള്ളപ്പോഴാണ് ഷാജിയേട്ടൻ പറയുന്നത് ഈ പാട്ട് അത്ര പോരാ, വേറെ നോക്കിക്കൂടെ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടെ ചെയ്യാം. അങ്ങനെ ചെയ്ത പാട്ടാണ് ജീവാംശമായി. ഡയറക്ടറിന് രണ്ടും ഇഷ്ടപ്പെട്ടു. ഡയറക്ടർ എന്റെ ചോദിച്ചു ഏതാണ് നീ ഏതാ പ്രിഫർ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഈ രണ്ടാമത് ചെയ്ത പാട്ടാണ് പ്രിഫർ ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് പാട്ടിലേക്ക് എത്തിയത്.